ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 6 മാസം പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ അവരെ ഇരുത്തേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ മടിയിൽ കിടത്തിക്കൊണ്ട് ഫുഡ് കൊടുത്തിരുന്നു കേട്ടോ നമ്മുടെ കുട്ടിക്ക്. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. എപ്പോഴും നമ്മൾ 90 ഡിഗ്രിയിൽ തന്നെ കുട്ടികളെ ഇരുത്തി ആ രീതിയിൽ തന്നെ നിവർന്ന് കുട്ടികളിരുന്ന് ആ രീതിയിലാണ് നമ്മൾ സോൾഡായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കേണ്ടത്. ഈ ഒരു പൊസിഷനിൽ അവർക്ക് നെറുകയിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് അവൾക്ക് ഇഡലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇഡലി ചെറിയ ഇഡലി ആയതുകൊണ്ടാണ് 3 ഇഡലി. അത് അവൾ അപ്ടാമിൽ മിൽക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇഡലി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതിന് ശേഷമാണ് മിൽക്കും ഇഡലിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷമാണ് അവളെ ഇരുത്തി നമ്മളത് കോരി കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ മുതൽ നമ്മൾ മടിയിൽ കിടത്തിക്കൊണ്ട് കൊടുത്തിരുന്നു. മടിയിൽ കിടത്തിക്കൊണ്ട് കൊടുക്കുമ്പോൾ അത് അവൾ നന്നായിട്ടത് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ ഇതുവരെ കൊടുത്ത സമയത്ത് അതങ്ങനെ നെറുകയിൽ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. ശരിക്കും അത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഇതുപോലെ നമ്മളെപ്പോലെ ചെയ്യുന്ന പലരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിവർത്തി ഇരുത്തി തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെയറിൽ ഫീഡിങ് ചെയറായി ഒരു ചെയർ വേണമെന്നില്ല. നമ്മൾ കസേരയിലോ നമ്മുടെ മടിയിൽ ഇരുത്തിക്കൊണ്ടാണെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ നിവർന്ന് കുട്ടിയെ ഇരുത്തി തന്നെ നമ്മൾ അങ്ങനെയുള്ള കുറുക്കുകളും ഇഡലി അപ്പോൾ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ പഴം പുഴുങ്ങിയതും ഇഡലിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണെങ്കിലും കഞ്ഞി എല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. ആ രീതി ഇതേ രീതിയിൽ നിവർന്ന് തന്നെ കുട്ടി ഇരിക്കണം. ആ രീതിയിൽ തന്നെയാണ് കുട്ടിക്ക് ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ തെറ്റായ ഒരു രീതി ചെയ്തു. അത് പിന്നീട് ഡോക്ടർ പറഞ്ഞങ്ങനെ മനസ്സിലാക്കി തന്നതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവർ, ഞാൻ വേറെ ആരോടോ ഇടയ്ക്ക് ഞാനത് നിർത്തിയതാണ് കേട്ടോ. ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടതുകൊണ്ടത് അങ്ങനെ ഒരു ശല്യമാകണ്ടെന്ന് വിചാരിച്ചിട്ട്. അതായത് മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് ശബ്ദമലിനീകരണം നന്നായിട്ടുണ്ടാകും. സദയം ക്ഷമിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ചെയർ വേണമെന്നില്ല. ഇതേ രീതിയിൽ നമുക്ക് പായയിൽ ഇതേ രീതിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ അവൾക്ക് ഓറഞ്ച് ജ്യൂസാണ് കൊടുക്കുന്നത്. അത് അതേ രീതിയിൽ ഇരുത്തിക്കൊണ്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അവൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.